ക്രൂരപീഡനം നേരിടുമ്പോഴും എന്തെങ്കിലും ജീവിതം തിരിച്ചു കിട്ടുമെന്ന് അതുല്യ പ്രതീക്ഷിച്ചിരുന്നു. വിവാഹബന്ധം വേർപെടുത്താൻ പലതവണ കുടുംബം നിർബന്ധിച്ചെങ്കിലും അതുല്യ തയ്യാറായില്ല എന്നാണ് അടുപ്പക്കാർ പറയുന്നത്. അതുല്യ ആത്മഹത്യ ചെയ്യില്ല എന്നും സതീഷ് കൊലപ്പെടുത്തിയതാകാമെന്നും ബന്ധുക്കളും അയൽവാസികളും ഉറപ്പിച്ചു പറയുന്നു. അതിങ്ങനെ മുറയ്ക്ക് ഉപദ്രവിക്കുമ്പോൾ അവള് പറയും, ഞാൻ ചാവത്തില്ല അമ്മേ, അഥവാ ഞാൻ ചാവുകയാണെങ്കിൽ അയാൾ എന്നെ കൊന്നയാണ് വിചാരിച്ചോണമെന്ന്. 19-ാം വയസ്സിൽ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ സതീഷ് അതുല്യയെ ഉപദ്രവിച്ചു തുടങ്ങിയിരുന്നു. പക്ഷേ എന്നിട്ടും അതുല്യ മുന്നോട്ടു പോയി. മകൾക്ക് 1.5 വയസ്സുള്ളപ്പോൾ വിവാഹബന്ധം ഏർപ്പെടുത്താനുള്ള നടപടികളുമായി മുന്നോട്ടു പോയപ്പോൾ അതുല്യ തന്നെ വീണ്ടും സതീഷിനൊപ്പം ജീവിക്കാനുള്ള തീരുമാനമെടുക്കുകയായിരുന്നു എന്നും കുടുംബം പറയുന്നു. ദേഹോപദ്രവമൊക്കെ ചെയ്തുകൂടെ വന്നിരുന്നു. അങ്ങനെ കേസായി. കുഞ്ഞില്ലേ, പെൺകുട്ടിയില്ലേ, അതുകൊണ്ട് കുറച്ചൊക്കെ അവൾ സഹിച്ച് അടി കൊണ്ടാലും ഇടി കൊണ്ടാലും സഹിച്ചങ്ങ് പോവും. സതീഷിന്റെ ക്രൂരതകളെ കുറിച്ച് തന്നെയാണ് അതുല്യയെ നന്നായി അറിയാവുന്ന അയൽവാസികൾക്കും മറ്റു ബന്ധുക്കൾക്കും പറയാനുള്ളത്. കണ്ടമാനം ഉപദ്രവിച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞനോട് പറയാൻ വയ്യ മോനെ, ഭിത്തിയെ തൂക്കി നിർത്തിയിട്ട് ഷൂ ഇട്ടിട്ട് നാവിക്ക് ചവിട്ടിയെന്ന്. മകൾക്ക് അച്ഛന് പേടിയായിരുന്നു. ഒരു ദിവസം രാത്രി ഉറങ്ങാൻ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞ് കുഞ്ഞിനെയും സതീഷ് മർദ്ദിച്ചതായി അതുല്യയുടെ അച്ഛനും അമ്മയും പറയുന്നു. റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, കൊല്ലം.